ഫെഫ്കെ എന്ന ഫെഡറേഷനിൽ അംഗമായ സംവിധായകൻ ആഷിഖ് അബു ഇപ്പോൾ ആ സംഘടനയുടെ അംഗത്വം രാജിവെച്ചിരിക്കുന്നു. ആഷിഖ് അബു ഫെഫ്ക വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. ലേബി, ഫെഫ്കയിൽ നിന്ന് ആഷിഖ് അബു രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ പരസ്യ വിമർശനത്തിലേക്ക് പോലും ആഷിഖ് അബു കടന്നിരുന്നു. സംഘടനയ്ക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ അതൊരു രാജിയിലേക്ക് എത്തുകയാണോ ലേബി? തീർച്ചയായും സുജയ, കഴിഞ്ഞ ദിവസം ആഷിഖ് അബു വളരെ ശക്തമായ നിലപാട് ബി ഉണ്ണികൃഷ്ണനെതിരെ എടുത്ത സമയത്ത് തന്നെ ഫെഫ്കയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങുകയാണ് എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം ഈ മൂർധന്യത്തിൽ എത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഫെഫ്കയിൽ നിന്ന് ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ജനറൽ സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇമെയിൽ മുഖേന അയച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഫെഫ്കയിലെ പിളർപ്പാണ് നീക്കി കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത്. ഈ ഫെഫ്ക ബി ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുമായാണ് കഴിഞ്ഞ ദിവസം ആഷിഖ് അബു രംഗത്ത് വന്നത്. ഇതേ തുടർന്ന് ഫെഫ്കയിൽ വിമത ശബ്ദം ലേബി സജീന്ദ്രൻ, ലേബി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് ക്ലാസ് എടുക്കുന്ന പരിപാടി നിർത്തണം എന്നാണ് ബി ഉണ്ണികൃഷ്ണനെതിരെ ആഷിഖ് അബു പറഞ്ഞത്. തൊഴിൽ നിഷേധത്തിന് നേതൃത്വം നൽകിയ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് സംവിധായകനും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അംഗവുമായ ആഷിഖ് അബു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഉന്നയിച്ച് സംവിധായകൻ വിനയനും രംഗത്ത് വന്നതാണ്. ഇപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗത്വം തന്നെ രാജിവെച്ചുകൊണ്ട് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ആഷിഖ് അബു എന്ന സംവിധായകൻ കടക്കുകയല്ലേ? തീർച്ചയായും സുജയ, ഇതിനാദ്യം ബി ഉണ്ണികൃഷ്ണനെതിരെ ആദ്യം രംഗത്ത് വന്നത് വിനയൻ തന്നെയാണ്, സംവിധായകൻ വിനയൻ തന്നെയാണ്. വിനയനാണ് ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നുള്ള ആവശ്യവുമായി ആദ്യം മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നത്. അതേ തുടർന്നാണ് അന്ന് വൈകുന്നേരം തന്നെ ആഷിഖ് അബു ഇത്തരത്തിലുള്ള കടുത്ത അതിരൂക്ഷമായ പ്രസ്താവനയുമായി ആഷിഖ് അബുവും രംഗത്ത് വന്നത്. ഏതായാലും ഈ വിനയൻ കൊളുത്തിവെച്ച അതിന് പിന്നാലെ തന്നെയാണ് ആഷിഖ് അബുവും അതേ അഭിപ്രായത്തിലേക്ക് എത്തി. ആഷിഖ് അബുവിന്റെ പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറെ പ്രാധാന്യവുമുണ്ട്. കാര്യം ഈ ഏറെ കാലമായി ഈ മുഖ്യധാരയിൽ നിന്ന് വഴിമാറി നിന്നുകൊണ്ട് നിൽക്കുന്ന ആളാണ് ആഷിഖ് അബു. അതുകൊണ്ട് തന്നെ അത് ആഷിഖ് അബുവിനെ പോലെ ഒരാൾ ഇതിനെതിരെ ശബ്ദം ഉയർത്തിയത് തന്നെ ഏറെ അന്ന് വാർത്താ പ്രാധാന്യം. ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ആഷിഖ് അബു രാജിവെച്ചിരിക്കുകയാണ്. അത് ബി ഉണ്ണികൃഷ്ണനോടുള്ള ഒരു പരസ്യ വെല്ലുവിളി കൂടിയാണ്. ഫെഫ്കയ്ക്കുള്ളിൽ തന്നെ ആഷിഖ് അബുവിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം അവരുടെ രാജിയും തുടർന്ന് പ്രതീക്ഷിക്കാമോ? അതിനുള്ള ഒരു തുടക്കമിട്ടതാണോ ആഷിഖ് അബു? യും കരുതേണ്ടിയിരിക്കുന്നു സുജയ. കാര്യം ആഷിഖ് അബുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. സ്വാഭാവികമായും അവരുടെ ഒരു അഭിപ്രായ പ്രകടനം തന്നെയായിരിക്കും. അവരോടൊന്നും ആലോചിക്കാതെ ഏതായാലും ഇത്രയൊരു നിർണായക സമയത്ത് ഫെഫ്ക ജനറൽ സെക്രട്ടറി, അതും വളരെ പ്രബലനായ ഏറ്റവും സ്വാധീനം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ബി ഉണ്ണികൃഷ്ണനെതിരെ ഇത്രയും കടുത്ത ഭാഷയിൽ ആഷിഖ് അബു സംസാരിക്കണമെങ്കിൽ, അത്തരം ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പരസ്യമായി വരണമെങ്കിൽ തീർച്ചയായും അത് ആഷിഖ് അബുവിന്റെ നിലപാട് മാത്രമായിരിക്കില്ല. ആഷിഖ് അബുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം. അതുപോലെ തന്നെ സംവിധായകൻ വിനയന്റെ ഒരു പിന്തുണയും ഈ ഒരു കാര്യത്തിൽ ആഷിഖ് അബുവിനുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം വിനയൻ പറഞ്ഞ അതേ ഭാഷയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളോട് ആഷിഖ് അബു സംസാരിച്ചപ്പോഴും എല്ലാം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ വിനയന്റെ അതേ ആശയധാര ആഷിഖ് അബു റിപ്പോർട്ടിൽ കുറ്റകരമായ മൗനമാണ് ബി ഉണ്ണികൃഷ്ണൻ തുടരുന്നത്. ആ മൗനത്തിനെതിരെ തുറന്ന വിമർശനമാണ് ഇപ്പോൾ ആഷിഖ് അബു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു ലേബി, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 19-ാം തീയതി പുറത്തു വന്നതാണ്. ഇന്നിതാ ഇതുവരെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഫെഫ്കയിലെ ഡയറക്ടേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ള 21 സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിമാർക്ക് 10 പേജുള്ള ഒരു കത്തയക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ചെയ്ത ഏക പ്രവൃത്തി. അതിൽ തന്നെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ WCCയുടെ ആളുകൾ എന്ന രീതിയിലാണ് അതിലെ പരാമർശങ്ങൾ പോലും വന്നിരിക്കുന്നത്. ഇത്രയധികം അംഗങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ഇത്രയധികം പേരുകൾ നിർദ്ദേശിച്ചിട്ടും ഒരാളുടെ മാത്രമാണല്ലോ നിങ്ങൾ വിളിപ്പിച്ചത് എന്നതടക്കമുള്ള പരാമർശങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആഷിഖ് അബു കൃത്യമായ ഒരു പോരാട്ടത്തിനിറങ്ങുന്നു. അത് ബി ഉണ്ണികൃഷ്ണനെതിരായ പോരാട്ടമാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്?
ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു സുജയ. കാര്യം ബി ഉണ്ണികൃഷ്ണനെതിരെ ഒരു നിലപാട് എടുക്കണമെങ്കിൽ തീർച്ചയായും അത് ശക്തമായ ഒരു മുന്നോട്ട് പോക്കിന്റെ തുടക്കം തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ആകമാനം സ്വാധീനമുള്ള ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. ഒരു വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ്. അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിന് സിനിമാ മേഖലയിൽ എല്ലായിടത്തുമുണ്ട്. ശരി, നമുക്ക് ഇപ്പോൾ ആ കത്തിന്റെ വിവരങ്ങളിലേക്കൊന്ന് പോകാം. ആഷിഖ് കപൂറിന്റെ രാജിക്കത്ത് നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട സിനിമാ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയാൻ, 2009 ഒക്ടോബറിൽ ഫെഫ്ക രൂപീകരിക്കുന്ന സമയം മുതൽ ഞാൻ ഈ സംഘടനയിൽ അംഗമാണ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2-3 എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. 2012 ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച എന്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമായാണ്. അതേ നിർമ്മാതാവിന്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിലിരിക്കെയാണ് ഞാനും ഇതേ പരാതിയുള്ള തിരക്കഥാകൃത്തുക്കളും പരാതി സംഘടനയിൽ ഉയർത്തിയത്. എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിന്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെഫ്കയിൽ നിന്ന് ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദമുണ്ടായില്ല. ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചത്. പരാതിയിൽ ഇടപെട്ട സംഘടന ഞങ്ങൾക്ക് അവകാശപ്പെട്ട തുകയുടെ 20% കമ്മീഷനായി വേണമെന്നാവശ്യപ്പെട്ടു. ലഭിച്ച തുകയിൽ നിന്ന് 20% ആവശ്യപ്പെട്ട് ഫെഫ്കയുടെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ലഭിച്ചത് 3 ഫോൺ കോളുകൾ. വരിസംഖ്യയും ലെവിയും അടയ്ക്കുന്ന അംഗങ്ങളോട് 20% കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് സിബി മലയിലിനോട് ഞാൻ തർക്കമുന്നയിച്ചു. അതേ തുടർന്ന് ഞാനും സിബി മലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പണം കൊടുക്കണമെന്ന ഉറച്ച നിലപാടിൽ സിബി മലയിൽ. തൊഴിലാളി സംഘടന പരാതിയിൽ ഇടപെടുന്നതിന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന് പറഞ്ഞ എന്നോട് നിർബന്ധപൂർവ്വം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ ചെക്ക് എഴുതി കൊടുത്തുവിട്ടു. ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണോ അതോ ചോദ്യം ചെയ്യപ്പെട്ടതിലുള്ള പ്രതിഷേധമോ പിണക്കമോ കൊണ്ടാണോ എന്നറിയില്ല, സിബി മലയിൽ എന്റെ ചെക്ക് തിരിച്ചയച്ചു. എന്റെ കൂടെ പരാതിപ്പെട്ട എഴുത്തുകാരായ മറ്റു 2 പേരുടെയും 20% സർവീസ് ചാർജ് സംഘടന വാങ്ങി. എനിക്ക് നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി 50% തുകയുടെ കാര്യത്തിൽ പിന്നീട് സംഘടന ഇടപെട്ടില്ല. ഇപ്പോഴും ആ പണം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ആഷിഖ് കപൂറിന്റെ കത്തിലെ വാചകങ്ങൾ. ഈ ഘട്ടത്തിൽ തന്നെ ഞാൻ സംഘടനയിൽ നിന്നും അകന്നു. ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ വീണ്ടും വരിസംഖ്യയും ലെവിയും അടയ്ക്കുന്ന അംഗമായി തുടർന്നു പോന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ, ഇവിടെ മുതലാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം, പിന്നീട് പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ച് വാചക കസത്തുകൾ, പഠിച്ചിട്ട് പറയാം, വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയൊക്കെ ഒരംഗം എന്ന നിലയിൽ എന്നെ ഏറെ നിരാശപ്പെടുത്തി. സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു. ഇതാണ് ഇപ്പോൾ ആഷിഖ് കപൂർ എന്ന സംവിധായകൻ ഫെഫ്കയ്ക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. നമുക്കൊപ്പം സൈഫുനിസ അലിയാറുമുണ്ട്. സൈഫുനിസ, സിനിമാ സംഘടനകളിലെ പൊട്ടിത്തെറി AMMA എന്ന താര സംഘടനയിൽ ഒതുങ്ങുന്നില്ല. ഫെഫ്ക എന്ന ഫെഡറേഷനിലേക്ക് 21 സംഘടനകളുടെ ഒരു ഫെഡറേഷനായ ഫെഫ്കയിലേക്ക് കൂടി എത്തുകയാണ്. ഡയറക്ടേഴ്സ് യൂണിയനിലെ പ്രാഥമിക അംഗത്വം ആഷിഖ് കപൂർ എന്ന സംവിധായകൻ രാജിവെക്കുമ്പോൾ പറയുന്ന കാര്യം ഹേമ കമ്മിറ്റിയാണ്. ഹേമ കമ്മിറ്റിയിൽ നിന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കുറ്റകരമായ മൗനമാണ് എടുത്തു പറയുന്നത്. നിലപാടിന്റെ കാര്യത്തിലെ തികഞ്ഞ കാപട്യം തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു രാജി, അതല്ലേ ആഷിഖ് കപൂർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? സൈഫുനിസ. തീർച്ചയായും സുജയ പാർവതി, ഫെഫ്കയിൽ നിന്ന് ആദ്യ രാജി ഉണ്ടായിരിക്കുന്നു. അതായത് AMMAയുടെ വലിയൊരു പൊട്ടിത്തെറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായെങ്കിൽ അതിന് ഒപ്പം തന്നെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു ഫെഫ്കയിലെ ഇതുവരെ ഉണ്ടായിരുന്ന മൗനം എന്ന് പറയുന്നത്. ആ മൗനത്തിൽ പ്രതിഷേധ രാജി ഉണ്ടായിരിക്കുന്നു. അതും പ്രമുഖ സംവിധായകനായ ആഷിഖ് കപൂർ, എക്സിക്യൂട്ടീവ് അംഗം പോലുമായിരുന്ന ആഷിഖ് കപൂർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് എടുത്തു പറയുന്നത് ഈ രാജിക്കത്ത് മാധ്യമങ്ങൾക്കടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ആഷിഖ് കപൂർ രാജിവിവരം പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. അത് രാജിക്കത്തിൽ എടുത്തു പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള നേതൃത്വത്തിൻ്റെ മൗനം, അതിൽ തൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ ആഷിഖ് കപൂർ ഈ വിഷയത്തിൽ രാജിക്കത്ത് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർക്കണം സുജയ, നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് ഫെഫ്കയുടെ മൗനം. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഫെഫ്ക പാലിക്കുന്ന മൗനം ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് ഫെഫ്കയുടേതായി പുറത്തു വന്ന ജനറൽ സെക്രട്ടറിമാർക്കുള്ള, അതായത് വിവിധ യൂണിയനുകളുടെ
ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിമാർക്കുള്ള ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ വലിയ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് പ്രതികരണം നടത്തുന്നു എന്നുള്ളത് ഫെഫ്ക നടത്തിയിട്ടില്ല. ആ ഫെഫ്കയുടെ നിലപാടില്ലായ്മയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധ രാജി എന്നാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ആ രീതിയിലാണ് ആഷിഖ് കപൂർ രാജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ആഷിഖ് കപൂർ തുറന്നു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫെഫ്ക രൂപീകരിച്ച കാലം മുതൽ താൻ അതിൽ അംഗമാണ്. അതിനുശേഷം സംവിധായകർ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2-3 തവണ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. 2012 താനൊരു സിനിമ ചെയ്തതിൻ്റെ നിർമ്മാതാവിൽ നിന്ന് പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഫെഫ്കയിൽ പരാതിപ്പെട്ടു. പിന്നീട് ഫെഫ്കയിൽ നിന്ന് ആദ്യത്തെ രാജി ആഷിഖ് കപൂർ സംവിധായകൻ രാജിവെച്ചിരിക്കുന്നു.